വെൽക്കം ബാക്ക് മൈ ഡിയർ സ്റ്റുഡൻസ്. വെൽക്കം ടു ഫിസിക്സ് ക്ലാസ്. നമ്മൾ റേ ഡയഗ്രാംസുകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റേ ഡയഗ്രാംസിൽ തന്നെ കോൺകേവ് ലെൻസുകൾ എത്തരത്തിലുള്ള ഇമേജാണ് ഫോം ചെയ്യണത് എന്നുള്ള വിധമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഇസ് ബിറ്റ്വീൻ ദി ഒപ്റ്റിക്കൽ സെൻറ്റർ ആൻഡ് ഇൻഫിനിറ്റി. നമ്മുടെ ലെൻസിൻ്റെ ഒപ്റ്റിക്കൽ സെൻറ്ററിനും ഇൻഫിനിറ്റിയുടെയും ഇടയിലാണ് ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്നതെങ്കിൽ ഇമേജ് എവിടെയാണ് ഫോം ചെയ്യുക എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ഒരു റേ ഡയഗ്രത്തിലൂടെ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ ശ്രദ്ധിച്ച് നോക്കുക. നമ്മൾ നമ്മുടെ കോൺകേവ് ലെൻസ് വരയ്ക്കുന്നു. കോൺകേവ് ലെൻസ് വരച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത എന്താണ്, പ്രിൻസിപ്പൽ ആക്സിസ് വരയ്ക്കണം അല്ലേ. പ്രിൻസിപ്പൽ ആക്സിസ് വരയ്ക്കുന്നു, optical center, and this is at focus, this is under focus, and this one is 2f2, this one is again 2f1. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അടയാളപ്പെടുത്തി. ഇനി നമ്മളുടെ കേസ് എന്ന് പറഞ്ഞതാണ് ഒബ്ജക്റ്റ് ഈസ് ബിറ്റ്വീൻ ഒപ്റ്റിക്കൽ സെൻറ്റർ ആൻഡ് ഇൻഫിനിറ്റി. ഒപ്റ്റിക്കൽ സെൻറ്ററിൻ്റെ ഇൻഫിനിറ്റിയിലാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ നമ്മുടെ ഒബ്ജക്റ്റിനെ ഇവിടെ കൊണ്ടുവയ്ക്കുന്നു. ഓക്കെ, ഒപ്റ്റിക്കൽ സെൻറ്ററിൻ്റെ ഇൻഫിനിറ്റിയുടെ ഇടയിൽ തന്നെയാണല്ലോ ഈ നമ്മളിപ്പോൾ വരച്ചിട്ടുള്ള ഒബ്ജക്റ്റ്. ഇനി ഈ ഒബ്ജക്റ്റിൽ നിന്ന് രണ്ട് ലൈറ്റ് റേസുകളാണ് വരുന്നത്. രണ്ട് ലൈറ്റ് റേസുകളാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം. ഫസ്റ്റ് ലൈറ്റ് റേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് പോകും. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് പോകുന്ന ലൈറ്റ് റേ ഫോക്കസിനെ കേന്ദ്രീകരിച്ച് എന്ത് ചെയ്യുന്നു, ഡൈവേർജ് ചെയ്ത് പോകുന്നു. ഓക്കെ, അത് ഫോക്കസിനെ കേന്ദ്രീകരിച്ച് ഡൈവേർജ് ചെയ്ത് പോകണമെന്ന് കാണിക്കാനാണ് ഞാൻ ഡാഷ് ലൈൻസ് ഇട്ടിട്ടുള്ളത്. ഓക്കെ, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് വന്നിട്ടുള്ള ലൈറ്റ് റേ ഫോക്കസിനെ കേന്ദ്രീകരമാക്കി ഡൈവേർജ് ചെയ്ത് പോകുന്നു. ഇനി രണ്ടാമത്തെ ലൈറ്റ് റേ എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ സെൻറ്ററിൽ കൂടെ കടന്നു പോകുന്ന ലൈറ്റ് റേ ആണ്. അതിനൊരു മാറ്റം സംഭവിക്കില്ല എന്ന് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഒപ്റ്റിക്കൽ സെൻറ്ററിൽ കൂടെ കടന്നു പോകുന്ന ലൈറ്റ് റേക്ക് യാതൊരുവിധ ചേഞ്ചസും ഒന്നും ഉണ്ടാവുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള ഈ രണ്ട് ലൈറ്റ് റേസും, ഈ ഒരു ലൈറ്റ് റേസും അതേപോലെ ഈ ഒരു ലൈറ്റ് റേയും തമ്മിലുണ്ടാകുന്ന റിസൾട്ടാണ്. ഇവിടെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, നമ്മുടെ ഇമേജ് കിട്ടുന്നത്. ഇതാണ് നമ്മുടെ ഇമേജ്. ഇവിടെയാണ് നമുക്ക് ഇമേജ് കിട്ടുന്നത്. Okay, resultant is in between the optical center and the focus. So നമുക്ക് ഈ ഒരു കേസസിൽ കിട്ടുന്ന ഇമേജ് എവിടെയാണ്, ഒപ്റ്റിക്കൽ സെൻറ്ററിൻ്റെയും ഫോക്കസിൻ്റെയും ഇടയിലാണ് നമുക്ക് കിട്ടുന്നത്. അതാണ് ഈ വരച്ചിട്ടുള്ളത് കേട്ടോ. ഒപ്റ്റിക്കൽ സെൻറ്ററിൻ്റെയും ഫോക്കസിൻ്റെ ഇടയിലാണ്. പിന്നെ അതെന്താണ്, വെർച്വലാണ്, ഇറക്റ്റുമാണ്, നിവർന്ന് നിൽക്കുന്ന ഇമേജാണ് കിട്ടുന്നത്. വെർച്വലാണ്, ഇറക്റ്റുമാണ്. ഇനി ഇമേജിൻ്റെ സൈസ് നോക്കുക. ഇമേജിൻ്റെ സൈസും ഒബ്ജക്റ്റിൻ്റെ സൈസും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെഴുതാം, യെസ്, ഇമേജ് സൈസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സ്മോളർ ദാൻ ഒബ്ജക്റ്റ്. ഓക്കെ, സ്മോളർ ദാൻ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഡിമിനിഷ്ഡ് എന്ന് എഴുതാം. ഓക്കെ, ഇത്രയും പോയിൻറ്റ്സുകളാണ് നമുക്ക് ഈ ഒരു കേസിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെൻ ഒബ്ജക്റ്റ് ഈസ് ബിറ്റ്വീൻ ദി ഒപ്റ്റിക്കൽ സെൻറ്റർ ആൻഡ് ഇൻഫിനിറ്റിയാണ്. അപ്പോൾ ആ കേസ് എങ്ങനെയാണ് റേ ഡയഗ്രാംസ് വരയ്ക്കുന്നത് എന്ന കാര്യം ഇപ്പോൾ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇമേജ് ഫോർമേഷനും ഇമേജ് റിലേറ്റഡ് ആയിട്ടുള്ള ദ നേച്ചർ ഓഫ് ഇമേജസും എഴുതേണ്ട വിധവും നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇനി എല്ലാവരും സ്വന്തം പുസ്തകത്തിൽ ഈ ഒരു റേ ഡയഗ്രാംസ് വരയ്ക്കുക. വരച്ചതിന് ശേഷം അത് നന്നായിരുന്നു പഠിക്കുക. ഓക്കെ, താങ്ക് യു.